ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ്. ഇന്ന് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ചെറുനാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂൺ, പുളിയില്ലാത്ത തൈര്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ആയിട്ട് അരമണിക്കൂറായി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ വെച്ച് കൊടുക്കാം. ബട്ടർ മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ കഷ്ണം ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആവുന്ന നേരത്ത് നമുക്കിവിടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും. അതിനുവേണ്ടി ഒരു പാൻ വയ്ക്കുക. ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 3 സവാള, 3 തക്കാളി, 1 പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കും. നമ്മളുടെ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാനിവിടെ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് വാടിക്കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ആ ഉള്ളിയും തക്കാളിയും വഴറ്റിയതൊന്ന് അരച്ചെടുക്കാം. അരിച്ചിട്ട് ഞാനിതാ ഇതിലേക്ക് ഗ്യാസിലേക്ക് വെക്കുകയാണ്. തക്കാളിയും ഉള്ളിയും അരച്ചത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പൊക്കെ നോക്കുന്നു. ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി വറുത്ത് പൊടിച്ചു വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ടുണ്ട്. പുളി കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്രഷ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.